for my grandfather, Sayyid Muhammad Ali Shihab Dangal. Happiness meant happiness of others, and his greatest relaxation was when the people come home crying and go back with smiles and tears dried up. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയുടെ ഫാനായി മാറിപ്പോകും. റിലീജിയസ് ബേസിസിൽ ഒരു ലേഡി ഒരിക്കലും വളരരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറ്റ്സ് ദി കൾച്ചർ ദാറ്റ് ഇസ് മേക്കിംഗ് ദം ബിലീവ് ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ. പാണക്കാട് മുനവറലി തങ്ങളുടെ മകളുടെ പ്രസംഗവും ചർച്ചയാണ് നിങ്ങൾ കേട്ടത്. നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു പഠിച്ച ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവർ സമൂഹത്തിൽ ഇടപഴകുന്നതും അവരുടെ സംസാര രീതിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാഭ്യാസത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. അത് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയും. എന്റെ മോള് പ്ലസ് 2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണി തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളുകളുണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം, എന്റെ കുട്ടിയുടെ പ്ലസ് 2 നിർത്തണം. എന്താന്ന് ചോദിച്ചു, എടോ നിന്റെ കുട്ടിയെ പ്ലസ് 2 പഠിപ്പിച്ചോ നല്ല ചോദിക്കുക. നിന്റെ കുട്ടി 100 നിസ്കരിച്ചു അശംസിക്കോ, നിന്നോട് ചോദിക്കും, നിന്റെ മകളോട് ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ ജീവാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ചില മുസ്ലിയാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ മതം മാത്രം പഠിച്ചാൽ മതി, ഭൗതികപരമായി പഠിക്കുന്നത് ഇസ്ലാമിൽ തെറ്റാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്തുന്നുണ്ട്. ആ കുട്ടിയുടെ ഉപ്പ ചോദിച്ചപ്പോൾ ആ മുസ്ലിയാർ പറയേണ്ടത് ഇങ്ങനെയായിരുന്നു: ഇസ്ലാമിക വസ്ത്രവും ഇസ്ലാമിക നിയമങ്ങളും അനുസരിച്ച് പഠിക്കാൻ പറ്റുന്ന എത്രയോ സ്കൂളുണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടാക്കി നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കൂ എന്നതാണ്. കുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടിയെ ആരോടും അങ്ങോട്ട് വിളിച്ചത്? ഞാൻ മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും അങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഞാൻ വിളിച്ചത് അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടിനെ വരണ്ട. ഒരു മതപ്രഭാഷണം കേട്ടതിൻ്റെ പേരിലോ മുസ്ലിം ആയതിൻ്റെ പേരിലോ ഒരു പെൺകുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങളെ 4 ഭാഗത്തുനിന്നും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിയാർ കാസ്മി ഉസ്താദിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോകാൻ കാരണം മത നേതാക്കൾക്ക് നല്ല പങ്കുണ്ട് എന്ന്. ഞാൻ റോളർ സ്കേറ്റിങ്ങിൽ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പൻ്റ് ആണ്. അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിൽ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട്. ബാസ്കറ്റ് ബോളിൽ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ബീങ് മോഡസ്റ്റ് ആൻഡ് അബൈഡിങ് ഓൾ ദ എത്തിക്കൽ വാല്യൂസ് ദാറ്റ് വി ഷുഡ് കീപ്. ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും ഫുള്ളി കവർ ചെയ്തിട്ടാണെങ്കിലും ആണ് നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത്. മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു ഗേളിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. ആ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ആ നാടിനൊരു മുതൽക്കൂട്ടാവും, ആ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടാവും. ബി കെയർഫുൾ.